കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ കളിതമാശയായിട്ട് എടുത്ത് ഇത് തള്ളിക്കളയരുത് കേട്ടോ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാൻ പറയാൻ പോകുന്നത് സമൂഹത്തിന് നന്മ വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു അപകടം വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ വിളിക്കുന്നത് പോലീസിനെയോ അല്ലെങ്കിൽ ആംബുലൻസോ ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അടിപിടിയോ ഒരു കത്തിക്കുത്തോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ റോഡ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഈ കേരളത്തിലെ 14 ജില്ലയിലും വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഗുണ്ടായിസോ അതുപോലെ അടിപിടി, വെട്ടുകുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തടയാൻ സാധിക്കും. ഒരു പരിധിവരെ പോലീസുകാർക്ക് വരാനും രക്ഷപ്പെടുത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് നന്മ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു അക്രമം ഉണ്ടാവുകയോ ഒരു പ്രശ്നം വരുമോ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ആംബുലൻസ് വിളിക്കുമ്പോൾ ആംബുലൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി ഇപ്പോൾ ഒരു അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ കുറേ ടൈം പിടിക്കും. അതുകൊണ്ടൊരു സഞ്ചരിക്കുന്ന ആംബുലൻസ് സൗകര്യം നമ്മളുടെ ഈ 14 ജില്ലകളിലും കൊണ്ടുവരികയാണെങ്കിൽ 14 ജില്ലകളിൽ പോലീസിൻ്റെ റോഡ് പോലീസും അതുപോലെ റോഡ് ആംബുലൻസും എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുവാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു അപകടം സംഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെ തടയാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരത്തില്ല. ഇപ്പോൾ ഒരു ആംബുലൻസ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണക്കാരുടെ വീട്ടിലാണെങ്കിൽ ഒരാവശ്യത്തിന് അവർക്ക് കാറുണ്ടാകും, അതുപോലെ ഡ്രൈവർ കാണും. നമ്മളെപ്പോലെ സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു ആംബുലൻസിനെയാണ് എല്ലാവരും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ആംബുലൻസ് വിളിക്കുമ്പം ആ ആംബുലൻസ് ആ സംഭവ സ്ഥലത്തേക്ക് വരണമെങ്കിൽ റോഡിൽ മെയിനായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ആംബുലൻസ് ഒതുക്കിയിടുകയും അതുപോലെ റോഡ് ആംബുലൻസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇത് കൊണ്ടുവരണം. അത് ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ് സഞ്ചരിക്കുന്ന ആംബുലൻസ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ആംബുലൻസിൽ അങ്ങോട്ട് വരാനും അപകടം പറ്റിയ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും കഴിയും. നമ്മളിപ്പോൾ ആംബുലൻസ് വരാൻ താമസിച്ച് പോകുന്നതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആംബുലൻസ് ഡ്രൈവറെ തല്ലിയുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഓടി വരാൻ ഒരുപാട് ദൂരം കാണും, ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അവരെ കുറ്റം പറയാനും നമുക്ക് സാധിക്കത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ റോഡ് ആംബുലൻസ് സൗകര്യവും റോഡ് പോലീസ് സ്റ്റേഷനും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഭരണാധികാരികൾ ഈ വീഡിയോ കാണണം. അധികാരികളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്കത് നന്മയുണ്ടാകണ കാര്യമാണെന്ന് മനസ്സിലാക്കി അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഒരാളെ സഹായിക്കുന്നതുകൊണ്ടോ ഒരാളെ രക്ഷിക്കുന്നതുകൊണ്ടോ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു പൗരനെന്ന നിലക്ക് നമുക്കത് ചെയ്യേണ്ട കടമയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് ഭരണാധികാരികളിലേക്ക് എത്തിക്കണം. ഈ റോഡ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ വരുവാണെങ്കിൽ ഒത്തിരി ഗുണങ്ങളുണ്ടാകും. കാരണം ഇപ്പോൾ സ്ത്രീകൾക്കാണേലും പുറത്തോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക്, കുട്ടികൾക്ക് ഒക്കെ പല പ്രശ്നങ്ങൾ സ്കൂളിൻ്റെ സ്ഥലത്ത് അങ്ങനെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ കാണും. സ്കൂളിൻ്റെ വാതിക്കൽ ലഹരി മരുന്നുകൾ വിൽക്കുന്നവരുണ്ട്, അതുപോലെ അടിപിടി ഉണ്ടാക്കുന്നവരുണ്ട്, കൂട്ടമായിട്ട് നിന്നിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തി കാശ് മേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ പെട്ടെന്ന് വന്ന് പോലീസിന് പിടിക്കാൻ വേണ്ടി നിയമപരമായിട്ട് അവരെ പിടിക്കണമെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസിന് വരുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഈ റോഡിൽ പോലീസ് ഉണ്ടെങ്കിൽ. റോഡ് 24 മണിക്കൂറും പോലീസ് റോഡ് പോലീസ് ഉണ്ടെങ്കിൽ, റോഡ് പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലീസിന് പെട്ടെന്ന് വരാനും ആ പ്രശ്നം അവർക്ക് കൈകാര്യം ചെയ്യാനും ഇതിനെ തടയാനും സമൂഹത്തിനത് ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ അത് പോലീസിന് തന്നെ കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കും. നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പോലീസിനെ വിളിച്ച് അറിയിക്കുമ്പം പോലീസിന് അവിടുന്ന് ഓടി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അന്നേരം തല്ലോ അടിയോ വഴക്കൊക്കെ കൂടും. അങ്ങനെ ആൾക്കാർക്ക് വല്ലതൊക്കെ സംഭവിക്കും. സമൂഹത്തിന് ദ്രോഹകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണേലും അവർക്ക് ശിക്ഷ കിട്ടണം. അപ്പം നിങ്ങളത് നേരത്തെ പോലീസിനെ വിളിച്ചറിയിക്കണമെങ്കിൽ നിങ്ങൾക്ക്
പോലീസ് വരണമെങ്കിൽ തന്നെ ദൂരത്തുനിന്ന് വരുമ്പോൾ ഒരു ടൈം പിടിക്കും. അതുകൊണ്ട് പോലീസിൻ്റെ സൗകര്യം എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനും സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ അതിനുവേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ആംബുലൻസ് സൗകര്യവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ആംബുലൻസിന് റോഡിൽ തന്നെ ഉണ്ടെങ്കിൽ റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആംബുലൻസ് അല്ലെങ്കിൽ 4 കൂടിയ സ്റ്റോപ്പ് മറ്റേ ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ നിർത്തിയിടുകയൊക്കെ ചെയ്യുമല്ലോ ആംബുലൻസ്. അങ്ങനെയൊക്കെ ഓരോ ജംഗ്ഷനിലും ആംബുലൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആംബുലൻസിന് വരാനും ഒരു ആൾക്ക് അപകടം പറ്റി അല്ലെങ്കിൽ ഒരു ആൾക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്ന ഒരു നെഞ്ചുവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. നമ്മുടെ കുടുംബത്തിൽ ആർക്ക് വേണേലും എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. ഇപ്പോൾ പൈസ ഉള്ള ആളാണ് എന്ന് വിചാരിച്ച് വലിയ കാശുകാരനാണെന്ന് വിചാരിച്ച് ഈ വീഡിയോ കാണാതെ എനിക്ക് എന്തായാലും ഈ പ്രശ്നം വരത്തില്ല, ഡ്രൈവറും കാറും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമുക്കും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാം. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു നിങ്ങളുടെ വീട്ടിൽ അന്നത്തെ ദിവസം ഒരു ഡ്രൈവർ ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ വരും. അപ്പോൾ ആംബുലൻസിനെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആംബുലൻസിനെ വിളിക്കുമ്പോൾ ആംബുലൻസ് വരണമെങ്കിൽ തന്നെ അത് അടുത്തുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും അതങ്ങനെ ഉണ്ടാവണം. ഇപ്പം കർണാടകത്തിലൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്ന ആംബുലൻസും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതുപോലുള്ളൊരു സമ്പ്രദായം നമ്മുടെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഒത്തിരി വളരെ നന്മയുണ്ടാക്കുന്ന കാര്യമാണ്. വളരെയധികം നേട്ടം നമ്മുടെ സമൂഹത്തിനുണ്ടാവും. ഇത് ഒരു ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചാലും തള്ളിക്കളയരുത്. കാരണം ഇതിന് പിന്നിൽ ഓരോ കുടുംബത്തിൻ്റെയും നമ്മൾ ആശ്രയിക്കുന്ന നമ്മളുടെ കുടുംബത്തിൽ ഒത്തിരി വിലപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ആരെയും ചെറുതായിട്ട് കാണരുത്. നമുക്കൊരു അപകടം പറ്റിക്കഴിയുമ്പോഴാണ്, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് ആളുടെ മഹത്വവും വില എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ആണേലും പുറത്ത് അയലോക്കത്തുള്ളവർക്കാണേലും സമൂഹത്തിലുള്ള ആർക്ക് എന്ത് അപകടം വന്നാലും നമ്മൾക്ക് അത് കണ്ടു നിൽക്കാൻ ആവത്തില്ല. നമ്മൾക്കൊരു മനുഷ്യത്വമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കത് ഒരിക്കലും സഹിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആംബുലൻസിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് കൂടുതലായിട്ട് വരുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് വേണമെങ്കിലും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാം. എന്നാലും കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും പെട്ടെന്ന് വിളിക്കാൻ ഓർക്കുന്നത് ആംബുലൻസിൻ്റെ നമ്പറാണ്. അപ്പോൾ ആംബുലൻസ് റോഡിൽ തന്നെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരം ജനങ്ങൾക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആംബുലൻസ് മാത്രമല്ല, പോലീസ് സ്റ്റേഷനും രണ്ടും വേണം. പിന്നെ ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടിയോ അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഫയർഫോഴ്സും അത്യാവശ്യം ജനങ്ങൾക്ക് ആവശ്യം വരുന്നൊരു കാര്യം തന്നെയാണ്. തീപിടുത്തം അധികമൊന്നും സംഭവിക്കാറില്ല. എന്നാലും ഗ്യാസ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വീടിന് തീ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയർ എഞ്ചിൻ ഓടിയെത്താനാണേലും ഇതുപോലെ പെട്ടെന്ന് പറ്റിയെന്ന് വരത്തില്ല. അതും റോഡിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. അത് ജനങ്ങൾക്ക് ഒരു പ്രയോജനകരമായിട്ടുള്ള സംഭവം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിന് മുഴുവൻ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഷെയർ ചെയ്യാതിരിക്കരുത്. വീഡിയോ ഞാൻ പറയുന്നത് ആര് പറയുന്നതാണേലും അതിൽ ശരിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് മറ്റു ജനങ്ങളിലേക്ക് പകർത്താൻ നോക്കണം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ആയതുകൊണ്ട് നിങ്ങളിതൊരു വെറുതെ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു തമാശയാണെന്ന് കരുതിയോ എന്തെങ്കിലും വിചാരിച്ച് നിങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വിഷമവും ബുദ്ധിമുട്ടും തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നിങ്ങളും കൂടെ പരിശ്രമിക്കുക. ഇത് എത്രത്തോളം ഭരണാധികാരികളിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒരു 10 പേര് അല്ലെങ്കിൽ 5 പേര് ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കോ ഷെയർ ചെയ്യണമെങ്കിൽ അവരും ഇത് കണ്ടിട്ട് ഒരു 5 പേർക്കോ 10 പേർക്കോ ഇത് ഷെയർ ചെയ്യണമെങ്കിൽ അത് കൂടി 100 ആവും 200 ആവും. അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടും. അങ്ങനെ ഇത് തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം അവർക്കിത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ റോഡ് പോലീസ് സ്റ്റേഷനോ ഒരു റോഡ് ആംബുലൻസ് സംവിധാനമോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്ന ഇപ്പോൾ ഒരു 10 പേർക്ക് ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ 10 പേര് ശരിയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് തെറ്റാണ്, ഞാൻ പറയുന്നതിൽ ഒരു കാര്യവുമില്ല, ഇത് ഒരു സമൂഹത്തിന് ഗുണപരമായിട്ടൊരു കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലത് കമൻറ്റ് ചെയ്യണേലും കമൻറ്റ് ചെയ്യാം, ചീത്ത അഭിപ്രായം കമൻറ്റ് ചെയ്യണേലും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറയാനും
ഒക്കെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ദേശത്തുണ്ട്, സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യം ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വീഡിയോയിലോ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറയുന്ന വേറൊന്നിനും വേണ്ടിയല്ല, ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് ഇനിയും വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ഓൺ ചെയ്യാനും മറക്കരുതും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. അപ്പോൾ ഓക്കെ.